ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് ശരിക്കും ഒരു മുഖംമൂടിയല്ല 3 മുഖംമൂടികളാണ് ഷാനവാസ് നെവിൻ പ്രശ്നത്തിലൂടെ അഴിഞ്ഞു വീണത്. 3 മുഖംമൂടികൾ വീണു. 3 contestants were exposed. ആദ്യത്തെ മുഖംമൂടി ആദിലയുടെയാണ്, അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു മല്ലിയില പ്രശ്നത്തിന് ഇടയ്ക്ക് നെവിൻ വൃത്തികെട്ട കാർഡ് കളിച്ചു എന്ന് പറഞ്ഞ് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ആദില. അപ്പൊ റിയാസ് വന്ന് മാനിപ്പുലേറ്റ് ചെയ്തപ്പോൾ ആ ഒരു കാര്യം മാറ്റി പറഞ്ഞു, അത് മാറ്റി ചിന്തിക്കാൻ ഇട വന്നു. എന്നിട്ട് പെട്ടെന്ന് നെവിനോട് സോളിഡാരിറ്റി പ്രകടിപ്പിച്ച് നെവിന്റെ ഒപ്പം നിന്ന് വലിയ കമ്മ്യൂണിറ്റി കാർഡ് ഇറക്കി കളിച്ച് അതിലൂടെ മുഖംമൂടി പടലം അഴിഞ്ഞു വീണു. അതിനെ സപ്പോർട്ട് ചെയ്ത് നൂറയും നൂറയുടെ പിന്നെ കുഴപ്പമില്ലായിരുന്നു. നൂറ പിന്നെ ഒരു ഗെയിം കളിച്ച് മുന്നോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിലും വലിയൊരു തേപ്പ് ഷാനവാസ് കിട്ടാനില്ല എന്ന് പുള്ളി തന്നെ ഈ ഒരു എപ്പിസോഡിനകത്ത് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. മനസ്സിൽ പ്രതിഷ്ഠിച്ച 2 പേരായിരുന്നു, പെങ്ങളുകുട്ടികളെ പോലെ കണ്ട 2 പേരായിരുന്നു. അവർ ഈ രീതിയിൽ ഒരു വഞ്ചന കാണിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് ഷാനവാസ് ഏറെ വിഷമത്തോടെ അനീഷിനോട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ആദിലയുടെ ഡബിൾ കളി അവിടെ പൊളിഞ്ഞു വീണു. 2ാമത്തെയും 3ാമത്തെയും മുഖംമൂടികൾ ആരുടെയാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വലിയ ചങ്കാണെന്ന് പറഞ്ഞ ഷാനവാസിന്റെ കൂടെ നടന്ന അഭിലാഷും ഒനീലുമാണ്. പെട്ടെന്നായിരുന്നു ഇവരുടെ ഈ ഒരു പ്ലേറ്റ് മാറ്റം. ഷാനവാസിന്റെ വലിയ സുഹൃത്തുക്കളായിട്ട് പുറകെ നടന്നുകൊണ്ടിരുന്ന ഈ 2 പേർക്കും ആ ഒരു ആരോപണത്തെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ലൈവിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റി ഷാനവാസ് അഭിലാഷിനെയും ഒനീലിനെയും മരിപ്പിക്കുന്നത്. വ്യക്തമായ രീതിയിൽ തന്നെ ഷാനവാസ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെഡ് മാറ്റി കിടക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡാഡി വിളിയും നെവിന്റെ പരിധി വിട്ടുള്ള പെരുമാറ്റവും എല്ലാം ഇവർക്ക് 2 പേർക്കും അറിയാം. ഈ അഭിലാഷിനും ഒനീലിനും 2 പേർക്കും അറിയാം. ഇവർ അറിയാത്ത പോലെ നടിക്കുന്നതാണ്. അപ്പൊ പെട്ടെന്നായിരുന്നു ഇവരുടെ ഒരു പ്ലേറ്റ് മാറ്റം. അതിനും കാരണം റിയാസിന്റെ വരവാണ്. ഷാനവാസിന്റെ വലിയ സുഹൃത്തുക്കളായിട്ട് പുറകെ നടന്നുകൊണ്ടിരുന്ന ഈ 2 പേർക്കും ഈ ഒരു ആരോപണത്തെ പറ്റി നല്ല കൃത്യമായ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലൈവ് കണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്. അപ്പൊ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ വരെ ഈ 2 പേര് കാണിച്ചതായിട്ട് എപ്പിസോഡിൽ കണ്ടു. ഇതൊരു കോംബോ പിടിക്കുന്നതിന്റെ ഒരു പ്രശ്നം ഇതാണ്. അപ്പൊ ആ ഒരു കോംബോയിൽ തന്നെ അവസാനം വരെ നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ച് നെഗറ്റീവായിട്ട് വന്ന് ഉൾട്ടയടിക്കും. ഒനീലിനും അഭിലാഷിനും സംഭവിച്ച വലിയൊരു വീഴ്ചയാണ് ഈ ഒരു വിഷയത്തിൽ ഷാനവാസിന്റെ ഭാഗത്ത് നിൽക്കാതെ നെവിന്റെ ഭാഗത്ത് നിന്നത്. വേറൊന്നും കൊണ്ടല്ല, ഫേക്ക് കോംബോ പിടിക്കുന്നു എന്നൊരു ഇംപ്രഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഓഡിയൻസ് ഗെയിം ഇതോടെ അവസാനിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ 2 പേരുടെയും. കാരണം 9 നോമിനേഷനാണ് ഷാനവാസിന് ഇതിനകത്ത് ലഭിച്ചത്, ഈ ഒരു ജയിൽ നോമിനേഷൻ. അതിൽ 2 പേരും വലിയ സുഹൃത്തുക്കളായിട്ട് ഷാനവാസിന്റെ പുറകെ നടന്ന ഈ അഭിലാഷ് ഒനീലുമാണ്. അതേസമയം ഷാനവാസിന്റെ പക്ഷം ചേർന്ന ഈ അനീഷിന് ഹൈപ്പും പോസിറ്റീവും മാത്രമാണ് ലഭിച്ചത്. കാരണം എന്താണ്, അനീഷിന് അറിയാം ഈ ഒരു ഗെയിമിനെ പറ്റി വ്യക്തമായ ധാരണ അനീഷിനുണ്ട്. ഈ ഒരു ഷോ കാണുന്ന സാധാരണക്കാരനായിട്ടുള്ള മലയാളി പ്രേക്ഷകരുടെ ഒരു ബേസിക് സൈക്കോളജിയെ പറ്റി അനീഷിന് നല്ല ധാരണയുണ്ട്, ഷാനവാസിന് നല്ല ധാരണയുണ്ട്. അവർക്ക് കണക്ട് ആവുന്ന രീതിയിൽ ഈ 2 പേരും ഗെയിം കളിക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരെ ഇവരിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഫാക്ടർ. എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഈ പറയുന്ന ഷാനവാസോ അനീഷോ ഒന്നും തന്നെ കളിച്ചിട്ടില്ല. ഷാനവാസിന്റെ ഒരു പെർമിഷൻ ഇല്ലാതെ, ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ്, ഷാനവാസിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് അതിലെ ആ ഒരു കാര്യം വിളിച്ചു പറഞ്ഞത്. അത് പെർമിഷൻ വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ പറയുക, ലൈവ് കണ്ടിട്ടുള്ളവർ പറയുക. ഞാൻ ആ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പൊ അത് പെർമിഷൻ ഇല്ലാതെയാണ് അതിലെ ഇത് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു വൃത്തികെട്ട കാർഡ് കളിക്കുന്നു എന്നുള്ളൊരു കേസ് പറഞ്ഞത് പെർമിഷൻ ഇല്ലാതെ തന്നെയാണ്. പിന്നെ ഓപ്പൺ നോമിനേഷന്റെ സമയത്ത് അങ്ങനെ ഒരു നോമിനേഷൻ നടത്തിയത് ഷാനവാസിന്റെ പെർമിഷൻ ഇല്ലാതെയാണ്. പെർമിഷൻ വാങ്ങിച്ചു എന്ന് അതിൽ പറയുന്നുണ്ട്, അനുവാദം വാങ്ങിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് കള്ളമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അല്ലെങ്കിൽ പ്രേക്ഷകരെ കറക്റ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഈ 3 മുഖംമൂടികളും ഈ ഒരു ഒറ്റ പ്രശ്നത്തിൽ അഴിഞ്ഞു വീണു. ആദില, അഭിലാഷ്, ഒനീല്, ഇവർ 3 പേരും ഏറെക്കുറെ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഒറ്റ പ്രശ്നത്തിലൂടെ.